ഹായ് ഡിയേഴ്സ്, ഇതൊരു കുഞ്ഞു സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എംബ്രോയിഡറി അല്ലെങ്കിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കതിന് കുറച്ച് ടൈം കിട്ടുന്നില്ല വീഡിയോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ അധികം കാണാത്തത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ PSC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളും ഇനി മുതൽ ഉണ്ടാവും. PSC എന്ന് പറയുന്ന ഒരു ലോങ് ടേം ജേർണിയാണ്. നമ്മൾ മാക്സിമം എഫേർട്ട് കൊടുക്കുന്നതനുസരിച്ച് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും. നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിനുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈനായിട്ടാണ് കോച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ PSCയുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടാണ് കോച്ചിങ് ഫോളോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഇപ്പോൾ ഡെയിലി PSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡെയിലി ക്ലാസ് കാണുക, അതുപോലെ തന്നെ അതിൻ്റെ നോട്ട് എഴുതിയെടുക്കുക, പിന്നെ അത് പഠിക്കുക, അതുപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ PSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. PSC എന്ന് പറയുന്ന ഒരു ലോങ് ടേം ജേർണിയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജേർണിയിൽ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ചെറിയ ചെറിയ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന സന്തോഷങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കും എല്ലാം ഒഴിവാക്കിയിട്ട് പഠിക്കാം. അതായത് ഇപ്പോൾ പഠിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ ഒന്നിലും ഫ്രണ്ട്സുമായിട്ട് കറങ്ങുന്നതിനോ അല്ലെങ്കിൽ പുറത്ത് പോകുന്നതോ അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് നമ്മൾ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കും. ഞാനും ഇതേപോലെ ചിന്തിച്ചിട്ട് 2-3 ആഴ്ചയൊക്കെ എനിക്ക് ഇതേപോലെ എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതിയെ ബോറടിക്കാൻ തുടങ്ങും. പിന്നെ പഠിക്കുന്നതൊന്നും തലയിൽ കയറാതെയാവും. കാര്യം നമുക്ക് പെട്ടെന്നൊരു എക്സാമിനാണെങ്കിൽ നമുക്ക് അങ്ങനെ പഠിച്ചാൽ മതിയാകും. കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ ഒരു എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കണം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ജേർണി എന്ന് പറയുന്ന ഒരു ലോങ് ടേം ജേർണിയാണ്. അതായത് നോട്ടിഫിക്കേഷൻ പോലും ഇതുവരെയും വന്നിട്ടില്ല എക്സാമിന്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമുണ്ട്. ഒരു ലോങ് ടേം ജേർണിയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊന്നും തലയിൽ കയറത്തുമില്ല. നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നത് പോലെ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈമിൽ കുറച്ച് ടൈം ഒന്ന് മാറ്റി വയ്ക്കുക. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് ലവിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. ഒരുവിധം എല്ലാവർക്കും എന്ത് ചെയ്താലാണ് ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളത് അവരവർക്ക് തന്നെ അറിയാമായിരിക്കും. ചിലവർക്കൊക്കെ പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ അതിനെ കളിപ്പിക്കുന്നതും, പിന്നെ അതുപോലെ ചിലവർക്ക് പാട്ട് കേൾക്കുന്നത്, ചിലപ്പോൾ വരയ്ക്കുന്നത്, അങ്ങനെ ഒരുപാട് ഹോബീസുകളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുക അത് ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്ക് എൻ്റെ വേ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് പടം വരയ്ക്കുക, അതുപോലെ തന്നെ പാട്ട് കേൾക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും പഠിക്കാൻ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷ് മൈൻഡായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബോറിംഗ് അനുഭവപ്പെടത്തില്ല. കുറച്ച് പഠിച്ചിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു 10-15 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുക. ഒത്തിരി നേരമൊന്നും ഇതിന് വേണ്ടി ചിലവാക്കണ്ട. ഇത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചിലവർക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കത്തില്ലായിരിക്കാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു PSC സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് അത് പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഏതൊക്കെ ക്ലാസ് ഉണ്ടോ ആ ക്ലാസ് കണ്ടിട്ട് അത് ഞാൻ വീണ്ടും ഒന്നും കൂടെ പഠിച്ച് ഒന്ന് മൈൻഡിൽ അതൊന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക ഉള്ളതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ പോലെ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കുകയും പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് ഒന്ന് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോൾ പഠിച്ചാലും ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കണം. അതായത് ഇപ്പോൾ കോച്ചിങ്ങിനൊന്നും പോകാത്തവർക്ക് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഓരോ ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും. അപ്പോൾ അതല്ലാത്തവർക്ക് നമ്മൾ ഡെയിലി ഒരു 3 സബ്ജക്റ്റോ, ഇപ്പോൾ ഇന്ന ദിവസം ഈ 3 സബ്ജക്റ്റ്, അടുത്ത ദിവസം അടുത്ത 3 സബ്ജക്റ്റ്, അങ്ങനെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ പഠിക്കുക. അപ്പോൾ അതാകുമ്പോഴത്തേക്കും ഒരു ഓർഡർ ഉണ്ടാവും പഠിക്കുന്നതിന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കും മറിക്കും ഏതെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാടുള്ള പോർഷൻ നമ്മൾ അധികം നോക്കത്തില്ല. അപ്പോൾ ഡെയിലി ഓരോ ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഓരോ ദിവസം കവർ ചെയ്ത് പോകണം.
അപ്പം ഞാനൊരു ബിഗിനർ എന്ന നിലയിൽ എനിക്ക് ആദ്യം നല്ല പാടായിരുന്നു. കാര്യം എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിനെപ്പറ്റി കുറച്ച് ഐഡിയാസൊക്കെ കിട്ടിയത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.